അടിയന്തര സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകളുമായി രാജ്യം. നാളെ നടക്കുന്ന മോക്ക് ഡ്രില്ലിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം ജമ്മു കശ്മീരിൽ 2 പ്രാദേശിക ഭീകരർ ആയുധങ്ങളുമായി പിടിയിലായി. ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനിടെ അടിയന്തര സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം ചേർന്നത്. പടിഞ്ഞാറൻ അതിർത്തിയിലെയും വടക്കേ ഇന്ത്യയിലെയും സംസ്ഥാനങ്ങൾക്ക് ഉടൻ തയ്യാറെടുപ്പ് നടത്താൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു. എയർ റെയ്ഡ്, സൈറൺ സ്ഥാപിക്കുക, അടിയന്തര ഒഴിപ്പിക്കൽ തുടങ്ങിയവയിൽ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനാണ് നിർദ്ദേശം. 259 ഇടങ്ങളിൽ ഇതിനായി നാളെ മോക്ക് ഡ്രിൽ നടത്തും. അതിനിടെ ജമ്മു കശ്മീരിലെ ബദ്ഗാമിൽ 2 പ്രാദേശിക ഭീകരരെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 2 പിസ്റ്റലുകളും 15 തിരകളും ഗ്രനേഡും കണ്ടെടുത്തു. ഭീകരാക്രമണ കേസിൽ അന്വേഷണം തുടരുന്നതിനിടെ പഹൽഗാം പോലീസ് സ്റ്റേഷനിലെ SHO റിയാസ് അഹമ്മദിനെ അനന്ത്നാഗിലേക്ക് മാറ്റി. പീർ ഗുൽസാർ അഹമ്മദിനെ പഹൽഗാമിലെ പുതിയ SHO ആയി നിയമിച്ചു. ജമ്മു കശ്മീരിൽ പ്രാദേശിക ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും പാക് ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രാദേശിക ഭീകരതയ്ക്കെതിരായ നടപടികൾ കടുപ്പിക്കുകയാണ് ഏജൻസികൾ. ശ്രീനഗറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.